السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇഖ്റാറുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവരെ, തർക്കവും അതിൻ്റെ പരിഹാരവുമാണ് പറയുന്നത്. ഒരു സാധനം, ഒരു വസ്തു മറ്റൊരാൾക്ക് വിറ്റിട്ടുണ്ട് എന്ന് ഒരാൾ ഇഖ്റാർ ചെയ്തു. അപ്പോൾ പിന്നെ അയാളതാണല്ലോ. പിന്നീട് അയാൾ വാദിക്കുകയാണ് അത് ആ കച്ചവടം അസാധുവായിരുന്നു, ശറഅയിൽ ശരിയായിരുന്നില്ല എന്ന് വാദിച്ചാൽ ആ വാദം സ്വീകരിക്കപ്പെടില്ല. അതുപോലെ ഒരു ഹിബത്ത്, ഞാനത് സംഭാവന കൊടുത്തതാണെന്ന് പറഞ്ഞു, ഞാനത് പള്ളിക്ക് സംഭാവന കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിക്ക്. പിന്നീട് പറയാണ് അല്ല, അത് ആ ഹിബത്ത് ശരിയായിട്ടില്ല. ഈ ഹിബത്തിൻ്റെ ഒരു വിഷയത്തിൽ സംഭാവന കൊടുത്തത് കൊണ്ട് എന്ത് ചെയ്യൂല, ഒരാൾ ഇതാകൂല, ഖബളും കൂടി ചെയ്യിപ്പിക്കുമ്പോഴേ എന്താവുള്ളൂ, ആവുള്ളൂ, ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഹിബത്ത് കൊടുത്തു, ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്, അപ്പോഴേ എന്താവുള്ളൂ, അത് ഹിബത്തായിട്ട് കൂട്ടൂ. പിന്നീട് അത് അസാധുവായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കില്ല. അപ്പോൾ ഒരാൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ സംഭാവന കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെന്തർത്ഥമല്ല, അത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നർത്ഥമല്ല. ഞാനത് സംഭാവന കൊടുത്തിണ് എന്ന് പറഞ്ഞാൽ സംഭാവന ഉറക്കണമെങ്കിൽ എന്ത് വേണം, ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോഴേ എന്താവുള്ളൂ, ഉടമസ്ഥത മാറുള്ളൂ. വിറ്റ സാധനം ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും വിറ്റു എന്ന് പറഞ്ഞാൽ അത് ഉടമസ്ഥത മാറി. സംഭാവന കൊടുക്കുന്ന സാധനത്തിൻ്റെ ഉടമസ്ഥത മാറണമെങ്കിൽ, അത് ഉറക്കണമെങ്കിൽ, ലാസിമാകണമെങ്കിൽ ഖബള് ചെയ്യിപ്പിക്കണം. അതാണ് ഈ പറയുന്നത്. ഖറജ ബി ഇഖ്ബാൽ എന്ന് പറഞ്ഞപ്പോൾ പുറത്തു പോയി ശേഷം പറയുന്ന രൂപം ലവി ഇഖ്തസറ അലൽ ഹിബത്തി, സംഭാവന കൊടുത്തു എന്ന് മാത്രം പറഞ്ഞു, അതിൽ ചുരുക്കി. അത് ഫലായിക്കുന് മുഖറം ബി ഇഖ്ബാദിന്, അത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, കൈമാറിയിട്ടുണ്ട് എന്ന് സമ്മതിച്ച് പറയലല്ല. കാരണം ഏൽപ്പിച്ചു കൊടുക്കലോട് കൂടെ എന്താവുള്ളൂ, ലാസിമായ മിൽക്കാവുള്ളൂ. അപ്പോൾ ഒരാൾ പറഞ്ഞു ലാസിമായ മിൽക്കാക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ ഓക്കെ, അത് മതി. ഖബദ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഭാഷയാണ് അതൊരു ഉറച്ച മിൽക്കാക്കിയിട്ട്, ഉറപ്പിച്ച ഉടമസ്ഥതയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ. ഫൈൻ ഖാല പറഞ്ഞു മലക്കഹ മിൽക്കൻ ലാസിമൻ, അതവൻ ഉടമയാക്കിയിട്ടുണ്ട്, മിൽക്കൻ ലാസിമൻ, ഒരു ഉറപ്പുള്ള ഉടമയാക്കൽ, സ്ഥിരമായ ഉടമയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓഹോ യാരിഫ് മാന അദാലിക്ക, അതിൻ്റെ അർത്ഥം അവൻ അറിയുകയും ചെയ്യുമെങ്കിൽ കാന മുഖിറം ബിൽ ഖബദി ഐദൻ, അത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് സമ്മതിക്കൽ തന്നെയാണ്. ഓക്കെ. പിന്നെ നമ്മളാദ്യം പറഞ്ഞേക്കന്നെ വരികയാണ്, ഹിബത്ത് കൊടുത്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട് എന്ന് സമ്മതിച്ചാൽ പിന്നീട് അത് അസാധുവായിരുന്നു എന്ന് പറഞ്ഞാൽ കൂട്ടൂല എന്ന് പറഞ്ഞല്ലോ. കാരണം വിറ്റീണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ശരിയായ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നാണല്ലോ. പിന്നെ അത് അസാധുവായിരുന്നു എന്ന് പറഞ്ഞാൽ കൂട്ടൂല. പക്ഷെ ഒരു അവകാശമുണ്ട്, ആർക്ക് വേണ്ടിയാണോ ഇവൻ സമ്മതിച്ചത് അവനെ സത്യം ചെയ്യിപ്പിക്കാം. എന്ത്, അത് അസാധുവായിരുന്നില്ല എന്ന്. വലഹു, അവനുണ്ട് തഹലീഫുൽ മുഖറുലഹുവിനെ സത്യം ചെയ്യിപ്പിക്കാം, അന്നഹു ലൈസ ഫാസിദൻ, അത് അസാധുവായിരുന്നില്ല എന്ന്. ലിമിക്കാരിമായ ദൈഹിക്കാനും മുഖർ വാദിക്കുന്നത് ശരിയാവാൻ സാധ്യതയുണ്ടല്ലോ, അസാധുവായിരുന്നു എന്നുള്ള വാദം ശരിയാകാൻ സാധ്യതയുണ്ടായതുകൊണ്ട് ഇദ്ദഅ വാദിച്ചു. വലാ തുഖ്ബലു ബയ്യിനത്തുഹു, അവിടെ സത്യം ചെയ്യണം, അവൻ്റെ സാക്ഷികൾ സ്വീകരിക്കപ്പെടില്ല. ഇവന് പറഞ്ഞു അസാധുവായിരുന്നു എന്ന് പറഞ്ഞ ആ സാക്ഷികളുണ്ടല്ലോ, സാധുവായിരുന്നു എന്നതിൻ്റെ അവന് സാക്ഷികൾ കൊണ്ടുവന്നാൽ പോലും സ്വീകരിക്കപ്പെടില്ല. ലിഅന്നഹു കദബഹ ബി ഇഖ്റാരി, കാരണം അവയൊക്കെ ആ സാക്ഷികളെ അവൻ കളവാക്കിയിട്ടുണ്ടല്ലോ, ബി ഇഖ്റാരിഹി, അവൻ സമ്മതിച്ച് പറയലോടുകൂടെ. ഇനി ഫഇന്നക്കല, അപ്പം മുഖറുലവനോട് സത്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവന് സത്യം ചെയ്യാൻ വിസമ്മതിച്ചാൽ ഹലഫൽ മുഖിർ സത്യം ചെയ്യണം, അന്നഹു കാന ഫാസിദൻ,
ആ ഇടപാട് ബൈഅോ ഹിബത്തോ ഒക്കെ അസാധുവായിരുന്നു എന്ന് സത്യം ചെയ്യുക. അപ്പം എന്ത് ചെയ്യും? വത്തലൽ ബൈഅോ ബിൽ ഹിബത്തു ബൈഅും ഹിബത്തോ ഒക്കെ ബാത്തിലാകും. എന്തുകൊണ്ട്? ലിയന്ന ലമീൻ അൽ മർദൂദത്ത, തിരിച്ചു വരുന്ന സത്യം കൽ ഇഖ്റാർ ചെയ്യും പോലെയാണ്. ഏതാ തിരിച്ചു വരുന്ന സത്യം? തള്ളപ്പെടുന്ന സത്യം, ഒഴിവാക്കപ്പെടുന്ന സത്യം. ഞാൻ ഒരിക്കൽ കൂടെ ഈ വിഷയം പറയാം. നിങ്ങളെന്നോട് ഞാൻ പറയുകയാണെന്ന്, ഈ മൊബൈൽ ഞാൻ സെയ്ദിന് നിങ്ങൾക്ക് സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു, അത് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ 4 ആൾക്കാരോട് പറഞ്ഞു. 4 ആൾക്കാരോടല്ല, ഞാൻ പുറത്ത് ഞാൻ സമ്മതിച്ചു. അപ്പോൾ നിങ്ങൾ പിന്നെ ആ മൊബൈൽ എനിക്ക് തരുമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ എന്ത് പറയാണ്? അതെ, ആ ഹിബത്ത് അസാധുവായിരുന്നു എന്ന് ഞാൻ പറയാണ്. ശരിയായിരുന്നില്ല, നിയമൊത്തതായിരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തരൂല എന്ന് പറഞ്ഞു ഞാൻ. അപ്പം നിങ്ങളെനിക്ക് സത്യം ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങളെന്താ പറയുക? അല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ സത്യം ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്, അത് അസാധുവായിരുന്നില്ല നിങ്ങൾ പറയുമല്ലോ, നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങളെ സത്യം ചെയ്യിപ്പിക്കാം. എന്ത്? അല്ല, അസാധുവായിരുന്നില്ല, ശരിയായ തന്നെയായിരുന്നു, എന്നിട്ട് നിങ്ങൾക്കത് വാങ്ങിപ്പോകാം. പക്ഷെ നിങ്ങൾ സത്യം ചെയ്യുന്നില്ലെങ്കിൽ അതിനാണ് യമീനുൽ മർദൂദ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ അസാധുവല്ല എന്ന് നിങ്ങൾ സത്യം ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അസാധുവാണ് എന്നല്ലേ. അപ്പോൾ നിങ്ങൾ തള്ളിയ ഈ സത്യം ഏതുപോലെയാണ്? കൽ ഇഖ്റാരി, സമ്മതിച്ച് പറയും പോലെയാണ്. എന്ത്? അപ്പം ഞാൻ എൻ്റെ വാദം നിങ്ങളും സമ്മതിച്ചു, അസാധുവായിരുന്നു എന്നുള്ള വാദം നിങ്ങൾ സമ്മതിക്കും പോലെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം ചെയ്യാലോ, അത് അസാധുവായിരുന്നു വല്ലാഹി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സത്യം ചെയ്യാതിരിക്കുമ്പോൾ ആ മർദൂദായ യമീൻ ഇഖ്റാർ പോലെയാണ്. ഇനി ഏതാനും നഹവിയായ പ്രയോഗങ്ങളുണ്ടല്ലോ, ഭാഷാപരമായ, മലയാളത്തിലുണ്ടാകും. ഇത് സെയ്ദിനാണ് അല്ല അമ്രിനാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഞാൻ സെയ്ദിൻ്റെ അടുത്ത് നിന്ന് കട്ടെടുത്തതാണ് അല്ല അമ്രിൻ്റെ അടുത്ത് നിന്ന് കട്ടെടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും അത് കൊടുക്കേണ്ടി വരും. വലവുക്കാല, ഒരാൾ പറഞ്ഞു ഹാദാ ലി സെയ്ദിൻ, ഇത് സെയ്ദിൻ്റെതാണ്, വല്ല അമ്രിൻ അല്ല അമ്രിൻ്റെതാണ് എന്ന്. ഔ ഹസബ്തു മിൻ സെയ്ദിൻ, ഞാൻ ഇത് സെയ്ദിൽ നിന്ന് അപഹരിച്ചതാണ്, ബൽ മിൻ അമ്രിൻ അല്ല അമ്രിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സുല്യമലി സെയ്ദിൻ, സെയ്ദിന് അവൻ സമ്മതിച്ചു എന്നാണ് അർത്ഥം. സവാഉൻ ഖാല ദാലിക മുത്തസിലൻ ബിമാ ഖബലഹു മുൻഫസിലൻ അഹു, അത് മുമ്പുള്ള പദവുമായി ചേർത്തി പറഞ്ഞാലും പിരിച്ചു പറഞ്ഞാലും. ഏതാ മുമ്പുള്ള പദം? ലി സെയ്ദിൻ ബൽ ലി അമ്രിൻ, മിൻ സെയ്ദിൻ ബൽ മിൻ അമ്രിൻ, ഇത് രണ്ടും ചേർത്തി പറഞ്ഞാലും ഇത്തസല, അല്ലെങ്കിൽ പിരിച്ചു പറഞ്ഞാലും. വൈൻ ത്വാല സമനു, സമയം എത്ര നീണ്ടാലും. ഇത് പിരിച്ചു പറയുന്നിടത്ത് അസബത്തു മിൻ സെയ്ദിൻ, സെയ്ദിൽ നിന്ന് ഞാൻ അപഹരിച്ചതാണ്, വസ്ബ് എന്നാണ് അപഹരിക്കുക. അവിടെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പറയണത് ബൽ മിൻ അമ്രീൻ. എങ്ങനെയായാലും സെയ്ദിനത് സമ്മതിച്ചു, സെയ്ദിനത് കൊടുക്കണം. കാരണം ആദ്യം തന്നെ സമ്മതിച്ചല്ല, സെയ്ദിനാണ് എന്ന് സമ്മതിച്ചില്ല, ഇനി ഒന്നും പിന്മാറാൻ കഴിയില്ല. ലിംതിനായി റുജോയി അനിൽ ഇഖ്റാരി ബി ഹക്കി ആദമീൻ, ഒരു മനുഷ്യൻ്റെ ഹക്ക് സമ്മതിച്ചാൽ അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്നതിനാൽ ഇംതിനായി പാടില്ല. അപ്പോൾ പിന്നെന്ത് ചെയ്യണം? ഗരീമ ബദലുഹു ലി അംറിൻ, അതിൻ്റെ പകരം അംറിന് വേണ്ടി അവന് കൊടുക്കേണ്ടതാണ്, കടക്കാരനാകുന്നതാണ്. മറ്റൊരു മസല, ഞാൻ എൻ്റെ അയലക്കത്തുള്ള മറിയത്തിന് 10,000 ഉറുപ്പിക എടുക്കാണ്ട് പറഞ്ഞു ഇന്നലെ. ഇന്ന് ഞാൻ പറഞ്ഞു മറിയത്തിന് 5,000 കൊടുക്കാണ്ട്. അപ്പോൾ ആദ്യം 10,000, ഇപ്പോൾ 5,000 പറഞ്ഞു. അപ്പോൾ 15,000 കൊടുക്കണമെന്നാ? വേണ്ട, ആ 10,000ൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് 5,000 എന്ന് കൂട്ടാം. ഒരു അഖറ ബിഷൈൻ, ഒരാൾ ഒരു സംഖ്യ മറ്റൊരാളുടെ ഉടമസ്ഥതയിലാണ് എന്ന് സമ്മതിച്ച് പറഞ്ഞു. സുമ്മ അഖറ ബി ബഅദിഹി, പിന്നെ അതിൻ്റെ ഒരു ഭാഗം കൊണ്ടും ഇഖ്റാർ ചെയ്താൽ ദഖലൽ അഖല്ലു, ആ ചെറിയ സംഖ്യ പ്രവേശിക്കും, ഫിൽ അക്സരി, വലിയ സംഖ്യയിൽ. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ലത്തീഫ് ക എന്നോട് വേണ്ടി ഞാൻ പറയണത്, ലത്തീഫ്ക്കാക്ക് ഞാൻ ഒരു 10,000 രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു, കടമായിട്ട് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ലത്തീഫ്ക്ക എൻ്റെ അടുത്ത് കടം വാങ്ങാൻ വരികയാണ്, നിങ്ങൾ 10,000 തരാനുണ്ടല്ലോ തരീന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ വീട്ടിയിട്ടുണ്ട് പറഞ്ഞു. പിന്നെ എന്തിനാ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല ഞാൻ മറന്നു പോയതായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സാക്ഷികൾ നിർത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ആ പൈസ നിങ്ങൾ ലത്തീഫ് സാഹിബിന് കൊടുക്കേണ്ടി വരും.
വലു അഖറബി ദൈനിൻ ലി ആഖറ, ഒരാൾ മറ്റൊരാൾക്ക് കടം കൊടുക്കാനുണ്ട് എന്ന് സമ്മതിച്ചു. സുമ്മദ്ദ, പിന്നെ അയാൾ വാദിച്ചു അദാഹു ഇലൈഹി, അയാൾക്കത് വീട്ടിയിട്ടുണ്ട് എന്ന്. പിന്നെയോ വഅന്നഹു നസിയ ദാലിക ഹാലത്തൽ ഇഖ്റാറി, ഇഖ്റാർ ചെയ്തപ്പോൾ അത് മറന്നു പോയതായിരുന്നു എന്നും പറഞ്ഞു. സുമിയത്ത് ദാവാഹു, അയാളെ വാദം കേൾക്കും. ഈ തഹ്ലീഫ് ഒക്കെ സത്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം. വാദം കേൾക്കും, സത്യം ചെയ്യിപ്പിക്കാൻ. അപ്പോൾ വല്ലാഹി ഞാൻ കടം വീട്ടിനും സത്യം ചെയ്യും. ഓക്കെ, പക്ഷേ ഫൈൻ അഖാമ ബൈനത്തം ബില്ലതായി, വീട്ടീണ് എന്നതിന് സാക്ഷികളെ നിർത്തുകയാണെങ്കിൽ ഖുബിലത്ത്, സ്വീകരിക്കപ്പെടും. അലാമ അഫ്താബിഹി ബാദുഹും, ചില പണ്ഡിതന്മാർ ഫത്വ നൽകിയത് പ്രകാരം. എഹ്തിമാനി ഖാലഹു, അയാൾ പറഞ്ഞതിന് സാധ്യത ഉണ്ടായതുകൊണ്ട്. കമാലോ ഖാൽ, എന്ത് പറഞ്ഞു? ഒരാൾ പറഞ്ഞു ലാ ബൈനത്തിനിക്ക് തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞു. സുമ്മാ അത്താബി ബൈനത്തിന്, പിന്നെ തെളിവുണ്ട് എന്നാൽ തുസ്മാവ് കേൾക്കപ്പെടുമല്ലോ എന്നതുപോലെയെന്ന് പണ്ഡിതന്മാരിൽ ചിലരെന്തായിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാക്ഷികളെ കൊണ്ടുവന്നാലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മറന്നു എന്നുള്ള വാദേ സ്വീകരിക്കൂല. ഇനി മറ്റൊന്ന്, എനിക്ക് ഷാഫി സാഹിബ് ഒന്നും തരാനില്ല എന്ന് പറഞ്ഞു. ഞാനും ഷാഫി സാഹിബ് തമ്മിൽ ഇടപാടുകളൊക്കെ നടന്നിരുന്നതാണ്. അപ്പോൾ ഷാഫി, എൻ്റെ സുഹൃത്ത് ഷാഫി സാഹിബിന് എനിക്ക് ഒരു പൈസ എനിക്ക് തരാനില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞാൽ ഞാൻ മറന്നതായിരുന്നു, ഓർമ്മല്ലാതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലോ? നോക്കുക, ഒരാൾ പറഞ്ഞു ലാ ഹക്കലി അലാ ഫുലാനിൻ, എനിക്ക് ഇന്ന വ്യക്തി ഒന്നും തരാനില്ല എന്ന് പറഞ്ഞു. ഒരാൾ ഹക്കുമില്ല വ്യക്തിക്ക്. ഫഫീഹി ഖിലാഫൻ, അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. റാജിയു മിൻഹു, പ്രബലം അന്നോ ഇൻ ഖാല ഫീമാ ദുന്നോ ഫീമാ ആലമോ എന്നും കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. എൻ്റെ ധാരണ അനുസരിച്ച്, എൻ്റെ അറിവനുസരിച്ച് എന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുമഖാമ ബയ്യിനത്തൻ, പിന്നെ സാക്ഷികളെ നിർത്തുകയും ചെയ്തു. ബിഅന്നലഹു അലൈഹി ഹഖൻ, അവന് അയാളിൽ നിന്ന് ഹക്ക് കിട്ടാനുണ്ട് എന്ന് സാക്ഷി നിർത്തുകയും ചെയ്താൽ ഖുബിലത്ത് സ്വീകരിക്കപ്പെടും. വൈലം യുഖ്ലുദാലിക്കായ, ഞാൻ വിചാരിക്കുന്നതനുസരിച്ച് എൻ്റെ അറിവനുസരിച്ച് എന്ന് കൂട്ടിച്ചേർത്തില്ലെങ്കിൽ ലം തുഖബൽ ബയ്യത്ത്, ഇനി സാക്ഷികളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, സ്വീകരിക്കപ്പെടില്ല. പക്ഷേ ഇല്ല ഇനിയത്തെ ത്രബിനാമിസ്, മറന്നു പോയതാണ് എന്ന കാരണം പറഞ്ഞാലൊഴികെ, ഔ ഖാലത്തിൻ ലാഹിരിൻ, അല്ലെങ്കിൽ വ്യക്തമായ പിഴവ് സംഭവിച്ചതാണ് എന്ന കാരണം പറഞ്ഞാലല്ലാതെ സാക്ഷികളെ സ്വീകരിക്കില്ല. പറയണം ഞാൻ മറന്നു പോയതാണ്, മറന്നു പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞാൽ സാക്ഷികളെ കൊണ്ടുവന്ന് സ്വീകരിക്കും. ഇല്ല ഇനിയത്തത്ര, അവന് കാരണം പറഞ്ഞാലൊഴികെ, ബിനാവി നിസ്യാൻ മറന്നു പോയതാണ് പോലെയുള്ള കാരണം, ഔ ഖാലത്തിൻ, അല്ലെങ്കിൽ പിഴച്ച് പറഞ്ഞതാണ്. ഞാൻ സെയ്ദ് എന്ന് പറയേണ്ടത് അമ്ര എന്ന് പറയേണ്ടടുത്ത് സെയ്ദ് എന്ന് പറഞ്ഞു പോയതാണ്, അതാണല്ലോ ഫലത്ത് പിഴവ്. ലാഹിരിൻ, വ്യക്തമായ പിഴവ്, കാരണം പറഞ്ഞാൽ ഒഴികെ. അങ്ങനെ കാരണം പറയുകയാണെങ്കിൽ സാക്ഷികളും കൂടി കൊണ്ടുവരാൻ പറ്റിയാൽ ഓക്കെ, ഒന്നും കൊടുക്കേണ്ട, അതല്ലെങ്കിൽ കൊടുക്കേണ്ടി വരും. ഇനി വസിയത്തിൻ്റെ പാടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫറായിദിൻ്റെ പാഠം കൂടെ ബാക്കിയുണ്ട്. എന്താണത്? അനന്തരാവകാശ നിയമം. അതോടുകൂടി സാമ്പത്തിക ഇടപാടുകളുടെ പാഠം കഴിഞ്ഞു. പിന്നെ പെണ്ണിട്ടുന്ന പാടാണ്. അപ്പോൾ വളരെ ആവേശത്തിലൊക്കെ കേട്ട് ഇനി മുന്നോട്ട് പോകുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ് നൽകട്ടെ, സമയത്തൊരു ബർക്കത്ത് നൽകട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.